ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഫലനം ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അത് നമ്മളെയും ബാധിക്കുന്ന വിഷയമാണ്. നമ്മുടെ അടുക്കള മുറ്റത്ത് യുദ്ധം വന്ന് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനപ്പുറം ഇതിനെ അതീവ ഗൗരവമാക്കുന്ന ഗൗരവ സ്വഭാവമുള്ള മറ്റ് ചില ഘടകങ്ങളിലേക്കും കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3 സൈന്യത്തിൻ്റെയും സൈനിക മേധാവികളെയും പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഏറ്റവും മുതിർന്ന സൈനിക മേധാവി ഉണ്ടല്ലോ, 3 സൈന്യങ്ങളെയും അടക്കി ഭരിക്കുന്ന അനിൽ ചൗഹാൻ, ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതീവ പ്രാധാന്യമുള്ള ഒരു ഉന്നതതല യോഗം നടക്കുകയുണ്ടായി. അതിൽ ഈ 3 സൈന്യങ്ങളുടെയും മേധാവിയും പിന്നെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും കൂടാതെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അടക്കമുള്ള ഉന്നതതല ഉദ്യോഗസ്ഥരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. ആ യോഗത്തിൽ വന്ന പ്രധാന അജണ്ട 2 യുദ്ധങ്ങൾ, അത് ഒന്ന് റഷ്യ ഉക്രൈൻ സംഘർഷം, 2 ഇറാനുമായി ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘർഷം. ഈ 2 യുദ്ധങ്ങളുടെയും സാഹചര്യത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗുണഫലം, അതിൻ്റെ ചില കാര്യങ്ങൾ ഇന്ത്യ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ ഒരു ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ഒരു സംഘർഷം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യ ഇതേ സമാനമായ ഒരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആകില്ല. കാരണം നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാനും ചൈനയുമാണ് പ്രഖ്യാപിത ശത്രുക്കളെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശും ആ ശത്രുക്കളുടെ പട്ടികയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് ഇപ്പോഴും നമ്മുടെ അയൽവക്കത്ത് വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വിളിച്ചത്. അപ്പോൾ ഈ യോഗം വിളിച്ചു ചേർക്കാനുള്ള കാരണം, ഇന്ത്യ വലിയൊരു സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഇന്ത്യക്ക് പ്രതിരോധ സാമഗ്രികളിൽ വലിയൊരു പങ്ക് ഇപ്പോഴും നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരികയല്ലാതെ നിവൃത്തിയില്ല. അതൊന്നുകിൽ പൂർണ്ണ സജ്ജമായ ആയുധങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തയ്യാറാക്കുന്ന ആയുധങ്ങളുടെ ചില സാമഗ്രികളുടെ രൂപത്തിലോ ഇപ്പോഴും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുകയല്ലാണ്ട് നിർവാഹമില്ല. ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു രാജ്യം അത് റഷ്യയാണ്, മറ്റൊരു രാജ്യം ഇസ്രയേലാണ്. ചൈന വലിയൊരു സൈനിക ശക്തിയുമായിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിലും ചൈനയും ഇന്ത്യയുമായിട്ട് നമുക്ക് വലിയ ഇത്തരത്തിലുള്ള കരാറുകളോ അല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം 2 രാജ്യങ്ങളും തമ്മിൽ വലിയ ശത്രുതയുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രബലമായ സൈനിക ശക്തിയും സാങ്കേതിക നിലവാരവുമുള്ള ഒരു രാജ്യമെന്ന നിലയിൽ റഷ്യയാണ് ആദ്യ പരിഗണന. അമേരിക്കയിൽ നിന്നും ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട്. എന്നിരുന്നാലും ഉക്രൈൻ റഷ്യ സംഘർഷം അത് ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ സാമഗ്രികളുടെ ഒഴുക്ക് അത് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പല പ്രതിരോധ സാമഗ്രികളുടെയും, പ്രത്യേകിച്ച് ഈ ടാങ്കുകൾ അടക്കമുള്ള സാമഗ്രികൾ, അതേപോലെ ഷെല്ലുകളിൽ ഉപയോഗിക്കുന്ന മറ്റേ അതിർത്തിയിൽ ഉപയോഗിക്കുന്ന ബൊഫോഴ്സ് തോക്ക്, അതിന് സമാനമായ തോക്കുകളുണ്ടല്ലോ, പീരങ്കികൾ, അതിലുപയോഗിക്കുന്ന ഷെല്ലുകളുടെ നിർമ്മാണം, ഇതിനൊക്കെ ആവശ്യമായ പല സാമഗ്രികളും റഷ്യയിൽ നിന്ന് യഥാവിധി സമയത്തിന് കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. കാരണം റഷ്യ അവിടെ ഉക്രൈനുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സാമഗ്രികൾ എത്തിച്ചു നൽകാനായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കൂടാതെ റഷ്യ വലിയൊരു അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധത്തെ നേരിടുന്ന രാഷ്ട്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല സാമഗ്രികളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി അത് ഇന്ത്യയെ പോലെ ഉള്ള സൗഹൃദ രാജ്യങ്ങളിലേക്ക് ലഭ്യമാക്കാൻ റഷ്യക്ക് ചില പരിമിതികൾ ഇപ്പോഴുണ്ട്. മറ്റൊരു രാജ്യം ഇന്ത്യ ആശ്രയിക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലുമായിട്ട് സാങ്കേതിക സംവിധാനങ്ങൾ പോലും സാമഗ്രികൾ പോലും ഇസ്രയേലിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന യുദ്ധവിമാനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന റഡാർ സംവിധാനം എയ്സ എന്നറിയപ്പെടുന്ന റഡാർ സംവിധാനം അത് ഇസ്രയേൽ നിർമ്മിതമാണ്. അതുമാത്രമല്ല മറ്റു പല സാമഗ്രികളും നമ്മൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങുന്നുമുണ്ട്. അപ്പോൾ നിലവിൽ ഇസ്രയേലും ഇറാനുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും പ്രതിരോധ സാമഗ്രികൾ യഥാവിധി കിട്ടുന്നതിന് വലിയ തടസ്സമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംഗതിയുണ്ട്, ആത്മനിർഭർ ഭാരത് മെയ്ഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട്. ഇത് പ്രകാരം പല പ്രതിരോധ സാമഗ്രികളും ഇന്ത്യൻ നിർമ്മിതമാക്കണം എന്നുള്ളൊരു നയം നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം നടപ്പിലാക്കിയിരുന്നു. അതിൽ വലിയൊരളവിൽ മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണതോതിൽ നമുക്കത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പ്രതിരോധ സാമഗ്രികൾക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്
നിലവിലെ സാഹചര്യത്തിൽ അത് ബുദ്ധിപരമല്ല. പ്രത്യേകിച്ച് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രതിരോധ മന്ത്രി നിർദ്ദേശിച്ചത് ഇത്തരം സാമഗ്രികൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികൾ എത്രയും വേഗം അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളാണ് അദ്ദേഹം കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമുക്ക് ഏതാണ്ട് 1.51 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളാണ് 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിർമ്മിച്ചത് എന്നുള്ള കണക്ക് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ഇതിൽ വലിയൊരളവ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. നമ്മുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ നൽകുകയും അതുവഴി നമുക്ക് വിദേശ നാണയം നേടാനും സാധിച്ചിട്ടുണ്ട്. 2029 നമുക്ക് 3 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതി നേടണം എന്നുള്ള ലക്ഷ്യവും വെച്ചുകൊണ്ടാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഈ പ്രതിരോധ സാമഗ്രികളുടെ നിർമ്മാണം അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അസംസ്കൃത വസ്തുക്കൾ കൃത്യമായ സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ പല പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാനും നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ നമുക്ക് ഈ പ്രതിരോധ രംഗത്ത് നമ്മളെ സംബന്ധിച്ച് ഒരു പരിധിവരെ ഈ പണം ചെലവഴിക്കുന്നതിന് ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇന്ത്യ സാമ്പത്തികമായി വളരെ അഭിവൃദ്ധിപ്പെട്ടതിനോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്തും വലിയ രീതിയിൽ മുതൽ മുടക്കാൻ പറ്റുന്ന ഒരു ശേഷിയിലേക്ക് രാജ്യം വളർന്നിട്ടുണ്ട്. വലിയ രാജ്യങ്ങളുമായിട്ട് നമ്മൾ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഫ്രാൻസുമായിട്ട് പുതിയ റഫേൽ വിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ധാരണയൊക്കെ ഒപ്പിട്ടത്. അപ്പോൾ വലിയ രീതിയിൽ വൻതോതിൽ നമ്മൾ ആയുധ സമാഹരണം നടത്തുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായി ഏത് നിമിഷവും ഒരു സംഘർഷം ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയം ഇക്കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ സൈനിക നടപടി അതൊരു അടഞ്ഞ അധ്യായമല്ല. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു പ്രകോപനം ഇനിയും ഉണ്ടായാൽ ഓപ്പറേഷൻ സിന്ദൂർ 2 ഉടൻ ആരംഭിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. കൂടാതെ ചൈനയുമായി നിലവിൽ നമുക്ക് സംഘർഷ അന്തരീക്ഷമില്ല. സൗഹൃദ ഭാവേനയാണ് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നതെങ്കിൽ തന്നെയും രണ്ട് രാജ്യങ്ങളും തമ്മിലും അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നു. ചൈനയെ നമുക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഇപ്പോഴും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. ബംഗ്ലാദേശാണ് കൃത്യമായ ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് മാറിയ, നേരത്തെ ഇന്ത്യൻ പക്ഷത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം ഇന്ത്യയുടെ ഔദാര്യമാണ് ആ രാഷ്ട്ര രൂപീകരണം തന്നെ. പക്ഷെ ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ഭരണകൂടം എടുത്തിരിക്കുന്ന നിലപാട് ഇന്ത്യ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ നമുക്ക് സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാൻ നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യ സ്വയം ഒരുങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ അടിയുറച്ച് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ പ്രതിരോധ സാമഗ്രികൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നതുകൊണ്ടുള്ള അപകടം, നമ്മുടെ സമ്പത്ത് വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകും. അതിൻ്റെ 1/3 ചെലവിൽ അത് ഇന്ത്യൻ നിർമ്മിതമായി ഇവിടെ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുകയും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സാമഗ്രികൾ പരമാവധി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.